ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബർഡൻ ഓഫ് പ്രൂഫ് അണ്ടർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ആണ്. സെക്ഷൻ 101 to 114 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് ബർഡൻ ഓഫ് പ്രൂഫിനെ പറ്റിയിട്ട് പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 101 to 107 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 101 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. അതായത് whoever desires any court to give judgment as to any legal right or liability depend on the existence to facts which he asserts must prove that those facts exist. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പേഴ്സൺ അദ്ദേഹത്തിന്റെ ലീഗൽ ലയബിലിറ്റി അല്ലെങ്കിൽ ലീഗൽ റൈറ്റിനെ റിഗാർഡ് ചെയ്തുകൊണ്ട് കോടതിയുടെ കയ്യിൽ നിന്ന് തനിക്ക് അനുകൂലമായിട്ട് ഒരു ജഡ്ജ്മെന്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഫാക്റ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ സെക്ഷന്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായിട്ട് when a person is bound to prove the existence of any fact, it is said that the burden of proof lies on the person. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ ഒരു പേഴ്സൺ ആണ്, അതായത് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആണ് ഇവിടെ എങ്ങനെ ഒരു ഫാക്റ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ പറയാം ആ പേഴ്സന്റെ മുകളിലാണ് അങ്ങനത്തെ സർക്കംസ്റ്റൻസസിൽ ബർഡൻ ഓഫ് പ്രൂഫ് കിടക്കുന്നത് എന്നുള്ളത്. സോ ഈ സെക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പേഴ്സൺ അദ്ദേഹത്തിന്റെ ലീഗൽ ലയബിലിറ്റി അല്ലെങ്കിൽ ലീഗൽ റൈറ്റിനെ റിഗാർഡ് ചെയ്തുകൊണ്ട് കോടതിയുടെ കയ്യിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ജഡ്ജ്മെന്റ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഫാക്റ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ആ ഫാക്റ്റ് എക്സിസ്റ്റ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ആ പേഴ്സന്റെ മുകളിലാണ് അവിടെ ബർഡൻ ഓഫ് പ്രൂഫ് ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 102 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. അതായത് ഓൺ ഹൂം ബർഡൻ ഓഫ് പ്രൂഫ് ലൈസ്. ഒരു കേസിൽ രണ്ട് പാർട്ടീസ് ആയിരിക്കും ഇൻവോൾവ് ചെയ്തിട്ട് ഉണ്ടായിരിക്കുക. സോ ആ രണ്ട് പാർട്ടീസും വേണ്ട തെളിവുകൾ നൽകിയിട്ടില്ലെങ്കിൽ അതിലെ ഏത് പാർട്ടിയാണ് കേസിൽ തോൽക്കുന്നത് ആ പാർട്ടിയുടെ മുകളിലാണ് ഈ ബർഡൻ ഓഫ് പ്രൂഫ് കിടക്കുന്നത്. അതായത് ഒരു കേസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള രണ്ട് പാർട്ടീസും വേണ്ട വിധത്തിലുള്ള എവിഡൻസ് നൽകിയിട്ടില്ലാത്ത പക്ഷം അതിലെ ഏത് പാർട്ടിയാണ് ആ കേസിൽ തോൽക്കാൻ പോകുന്നത് ആ തോൽക്കാൻ പോകുന്ന പാർട്ടിയുടെ മുകളിലാണ് ഈ ബർഡൻ ഓഫ് പ്രൂഫ് ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 103 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. അതായത് ബർഡൻ ഓഫ് പ്രൂഫ് ആസ് ടു പെർട്ടിക്കുലർ ഫാക്ട്. The burden of proof as to any particular fact lies on that person who wishes the court to believe in its existence, unless it is provided by any law that the proof of that fact shall lie on any particular person. Law ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ മുകളിലാണ് ഈ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് മെൻഷൻ ചെയ്യാത്ത പക്ഷം ഏത് പാർട്ടിയാണ് ഒരു പെർട്ടിക്കുലർ ഫാക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കോടതി വിശ്വസിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ പേഴ്സന്റെ മുകളിലാണ് ഈ ബർഡൻ ഓഫ് പ്രൂഫ് ലൈ ചെയ്യുന്നത് എന്നാണ് സെക്ഷൻ 103യുടെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ലോ ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ മുകളിലാണ് ഈ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയാത്ത പക്ഷം ഏത് പാർട്ടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫാക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആയിട്ട് ഉണ്ട് എന്ന് കോടതി വിശ്വസിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അയാളുടെ മുകളിലാണ് ഈ ബർഡൻ ഓഫ് പ്രൂഫ് ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 104 ആണ്. അതായത് ബർഡൻ ഓഫ് പ്രൂവിംഗ് ഫാക്ട് ടു ബി പ്രൂവ്ഡ് ടു മേക്ക് എവിഡൻസ് അഡ്മിസിബിൾ. ഈ സെക്ഷന്റെ അണ്ടറിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പേഴ്സൺ ക്ലെയിം ചെയ്യുകയാണ്, അതായത് ഒരു ഫാക്റ്റ് ലൈ ചെയ്യുന്നത് വേറൊരു ഫാക്റ്റിന്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ആദ്യം എവിഡൻസ് കൊടുക്കേണ്ടത് ആ ഫസ്റ്റ് ഫാക്റ്റിന്റെ മുകളിലായിരിക്കണം. അതിനുശേഷമായിരിക്കണം അദ്ദേഹം ആ സെക്കൻഡ് ഫാക്റ്റിന്റെ മുകളിൽ എവിഡൻസ് കൊടുക്കേണ്ടത്. അതായത് ഒരു പേഴ്സൺ ക്ലെയിം ചെയ്യുകയാണ്, അതായത് ഒരു ഫാക്റ്റിന്റെ മുകളിലാണ് വേറൊരു ഫാക്റ്റ് ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ
ആ പേഴ്സൺ, അതായത് ആ ക്ലെയിം ചെയ്യുന്ന പേഴ്സൺ ആ ഫസ്റ്റ് ഫാക്റ്റിന്റെ മുകളിലാണ് ആദ്യം എവിഡൻസ് കൊടുക്കേണ്ടത്. അതിനുശേഷമായിരിക്കണം ആ സെക്കൻഡ് ഫാക്റ്റിന്റെ മുകളിൽ എവിഡൻസ് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ വിഷസ് ടു പ്രൂവ് എ ഡൈയിങ് ഡിക്ലറേഷൻ ബൈ ബി. അതായത് എ ഇവിടെ പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ ബിയുടെ ഡൈയിങ് ഡിക്ലറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ എ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ബി ഡൈ ചെയ്തു, അതല്ലെങ്കിൽ ബി മരിച്ചിട്ടുണ്ട് എന്നാണ്. അതിനുശേഷമായിരിക്കണം ഇവിടെ ബി ഡിക്ലറേഷൻ, അതായത് ആ ഡൈയിങ് ഡിക്ലറേഷനെ പറ്റിയിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഈ സെക്ഷൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാണ്, ഒരു പേഴ്സൺ ക്ലെയിം ചെയ്യുകയാണ്, അതായത് ഒരു ഫാക്ട് ലൈ ചെയ്യുന്നത് വേറൊരു ഫാക്റ്റിന്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ, ആ ഫസ്റ്റ് ഫാക്റ്റിന്റെ മുകളിൽ, അതായത് ആ ഫസ്റ്റ് ലൈ ചെയ്തിട്ടുള്ള ആ ഫാക്റ്റിന്റെ മുകളിൽ പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം അദ്ദേഹം ആ സെക്കൻഡ് ഫാക്റ്റിന്റെ മുകളിൽ പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 105 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. അതായത് ബർഡൻ ഓഫ് പ്രൂവിംഗ് ദാറ്റ് കേസ് ഓഫ് അക്യൂസ്ഡ് കം വിത്ത് ഇൻ എക്സെപ്ഷൻ. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പേഴ്സൺ ഒരു പെർട്ടിക്കുലർ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നുള്ള പേരിൽ കുറ്റാരോപിതനാണ് എന്ന് വിചാരിക്കുക. സോ ആ പേഴ്സൺ IPCയുടെ അണ്ടറിലോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടിന്റെ അണ്ടറിലോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള എക്സെപ്ഷൻസ് ഒക്കെ ഡിഫൻസ് ആയി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് ആ പേഴ്സന്റെ മുകളിലാണ് ബർഡൻ ഓഫ് പ്രൂഫ്. അതായത് ഇന്ന സർക്കംസ്റ്റൻസസ് ഒക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിലൊക്കെ അണ്ടറിലാണ്, അതല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫാക്ട്സ് ഒക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവിടെ പ്രൂവ് ചെയ്യേണ്ട ബർഡൻ ലൈ ചെയ്യുന്നത് ആ അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ മുകളിലാണ്. ഇത് അദ്ദേഹം പ്രൂവ് ചെയ്യാത്ത പക്ഷം അവിടെ അങ്ങനെയുള്ള ഒരു കാര്യം നടന്നതേ ഇല്ല എന്നായിരിക്കും കോടതി പ്രെസ്യൂം ചെയ്യുന്നത്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ കുറ്റാരോപിതനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ IPCയുടെ അണ്ടറിലോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടിന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള ജനറൽ എക്സെപ്ഷൻസോ, അതല്ലെങ്കിൽ IPCയുടെ അണ്ടറിൽ തന്നെ പറഞ്ഞിട്ടുള്ള ജനറൽ എക്സെപ്ഷൻസോ മറ്റ് എക്സെപ്ഷൻസോ ഒക്കെ ഡിഫൻസ് ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ലൈ ചെയ്യുന്നത്, അതായത് അവിടെ ആ ബർഡൻ ഓഫ് പ്രൂഫ് ലൈ ചെയ്യുന്നത് ആ സെയിം അക്യൂസ്ഡിന്റെ മുകളിലാണ്. അതായത് ഇന്ന സർക്കംസ്റ്റൻസസ് ഒക്കെ അല്ലെങ്കിൽ ഇന്ന ഫാക്ട്സ് ഒക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആ അക്യൂസ്ഡ് പേഴ്സൺ ആണ്. ആ അക്യൂസ്ഡ് പേഴ്സൺ അത് പ്രൂവ് ചെയ്യാത്ത പക്ഷം കോടതി അവിടെ പെർസ്യൂം ചെയ്യുന്നത് അങ്ങനെ ഒരു സർക്കംസ്റ്റൻസസ് അവിടെ നടന്നിട്ട് ഇല്ല എന്നായിരിക്കും. അതാണ് സെക്ഷൻ 105ന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി ഇവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 106 ആണ്. അതായത് ബർഡൻ ഓഫ് പ്രൂവിംഗ് ഫാക്ട് എസ്പെഷ്യലി വിത്തിൻ നോളജ്. അതായത് ഒരു പെർട്ടിക്കുലർ ഫാക്ട് ഒരു പേഴ്സന്റെ നോളജിൽ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഫാക്ട് പ്രൂവ് ചെയ്യേണ്ട ബർഡൻ ലൈ ചെയ്യുന്നത് ആ പേഴ്സന്റെ മുകളിലാണ്. അതായത് ആ ഫാക്ട് നോളജിൽ ഇരിക്കുന്ന ആ പേഴ്സന്റെ മുകളിലാണ്. അതായത് ഈ ഒരു സെക്ഷനെ നമുക്ക് ഇഫ് യു നോ ഇറ്റ് യു ഹാവ് ടു പ്രൂവ് ഇറ്റ് എന്ന് പറയാം. അതായത് നിങ്ങൾക്കൊരു കാര്യത്തിനെ പറ്റി അറിവുണ്ടെങ്കിൽ അത് നിങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ എന്ന പേഴ്സൺ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാണ്ട് യാത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിടിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാം. സോ അവിടെ ആ എ പറഞ്ഞ വ്യക്തിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് അദ്ദേഹം ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. കാരണം അതിന്റെ നോളജ് ഉള്ളത് അവിടെ എ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് മാത്രമാണ്. അതായത് അദ്ദേഹം ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് ആ ടിക്കറ്റ് എവിടെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത് ആ എ പറഞ്ഞ വ്യക്തിക്ക് മാത്രമാണ് അറിയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബർഡൻ ഓഫ് പ്രൂഫ്, അതായത് ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാണ് താൻ ട്രെയിനിൽ യാത്ര ചെയ്തത് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യേണ്ടത് ആ എ എന്നുള്ള വ്യക്തിയാണ്. ഇനി നോക്കാൻ പോകുന്നത് സെക്ഷൻ 107 ആണ്. അതായത് ബർഡൻ ഓഫ് പ്രൂവിംഗ് ഡെത്ത് ഓഫ് പേഴ്സൺ നോൺ ടു ഹാവ് ബീൻ അലൈവ് വിത്തിൻ 30 years. അതായത് ഒരു പേഴ്സൺ മരിച്ചിട്ടുണ്ടോ അതോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം വരികയാണെന്ന് വിചാരിക്കാം. അവിടെ ആൾറെഡി നോൺ ആണ്, അതായത് ലാസ്റ്റ് 30 years ആയിട്ട് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു പേഴ്സൺ പറയാണ് ഇല്ല ആ പേഴ്സൺ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മരിച്ചിട്ടുണ്ട് എന്ന് ആർഗ്യൂ ചെയ്യുന്ന ആ പേഴ്സൺ ആണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ആ പേഴ്സൺ മരിച്ചിട്ട് തന്നെ ഉണ്ട്, ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത്. കൺഫ്യൂഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത്
അവിടെ നോൺ ഫാക്റ്റ് ആണ്, അതായത് ഓൾറെഡി ഒരു പേഴ്സൺ ലാസ്റ്റ് 30 years ആയിട്ട് ജീവിച്ചിരിപ്പുണ്ട്. സോ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ പറയുകയാണ്, അതായത് ഇല്ല അദ്ദേഹം മരിച്ചിട്ടുണ്ട്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത്. സോ ആ ജീവിച്ചിരിക്കുന്നില്ല, അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന് അലജ് ചെയ്യുന്ന ആ പേഴ്സന്റെ മുകളിലാണ് ബർഡൻ ഓഫ് പ്രൂഫ്, അതായത് ഈ പെർട്ടിക്കുലർ പേഴ്സൺ മരിച്ചിട്ട് ഉണ്ട് എന്നുള്ളത്. സെക്ഷൻ 101 ടു സെക്ഷൻ 114 ആണ് ബർഡൻ ഓഫ് പ്രൂഫിനെ പറ്റിയിട്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സെക്ഷൻ 101 ടു 107 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. ബാക്കിയുള്ള സെക്ഷൻസ് നമ്മൾ കമ്മിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.